ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നോട്ടിഫിക്കേഷൻ ഔട്ടായിട്ടുണ്ട്. ഡിസംബർ 1 നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ടായി. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15th ആണ്. ഇനി വളരെ കുറച്ച് ദിവസം കൂടി അപ്ലൈ ചെയ്യാനുള്ളൂ. അപ്പം ലാസ്റ്റ് ടൈമിൽ ആ ഒരു റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ 15th മുമ്പ് തന്നെ മാക്സിമം ഇപ്പം തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. 300 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. അതിൽ 285 ജനറലിസ്റ്റും ബാക്കി 15 ഹിന്ദി ഓഫീസേഴ്സുമാണ്. നമ്മൾ കേരളത്തിലുള്ളവർ ജനറലിസ്റ്റാണ് സാധാരണ അപ്ലൈ ചെയ്യുന്നത്. 285 വേക്കൻസീസ് ഉണ്ട്. വേക്കൻസീസ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. കാരണം ഇതിപ്പം 2025 ലാസ്റ്റാണ്. അപ്പം ഇപ്പം തന്നെ ബാങ്കിങ് എക്സാമും ഇൻഷുറൻസ് എക്സാമും ഒരേ സിലബസ് ആണെന്ന് അറിയാലോ. അതുപോലെ തന്നെ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഈ വന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ സിലബസും ബാങ്കിങ്ങിൻ്റെ അതേ സിലബസ് തന്നെയാണ്. സോ ബാങ്കിങ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഇതിനും അപ്ലൈ ചെയ്യാം. അപ്പം ഇതിപ്പം ഇയറിൻ്റെ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ബാങ്കിങ് എക്സാംസ് ഇൻഷുറൻസ് എക്സാംസ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അപ്പം കുറേ കുട്ടികൾ തന്നെ ലിസ്റ്റിൽ അത് കയറി പറ്റും. അപ്പം എന്തായാലും ഈ 300 വേക്കൻസി ഇത് 300 ഉള്ളൂ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരിക്കരുത്. അപ്പോൾ കോമ്പറ്റീഷൻ ഇത് ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഇയർ വെച്ച് നോക്കുമ്പോഴത്തേക്കും കോമ്പറ്റീഷൻ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് അപ്ലൈ ചെയ്യണം. നമുക്കൊരു വേക്കൻസിയുടെ ആവശ്യമല്ലേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഓൺലൈൻ പ്രിലിംസ് എക്സാം വരുന്നത് ജനുവരി 10 ആണ്. മെയിൻസ് എക്സാം ഫെബ്രുവരി 28 ഫസ്റ്റ് പ്രിലിംസിൻ്റെ റിസൾട്ട് വന്ന ഉടനെ തന്നെ മെയിൻസിൻ്റെ എക്സാം ഉണ്ടായിരിക്കും. SC ST OBC WS കാറ്റഗറീസിനുള്ള വേക്കൻസീസ് എല്ലാം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷനാണ്. ജനറലിസ്റ്റ് ഓഫീസേഴ്സിന് ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ഡിഗ്രിയിൽ മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഏജ് 21 വയസ്സിനും 30 വയസ്സിനും ഇടയിലാണ് ഏജ് വന്നിരിക്കുന്നത്. ഏജ് റിലാക്സേഷനും ഉണ്ട്. SC ST OBC PWD കാറ്റഗറീസിനൊക്കെ ഏജ് റിലാക്സേഷനും ഉണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ സിലബസ് എക്സാമിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെയാണ്. സാധാരണ ബാങ്കിങ് എക്സാം പോലെ തന്നെ ഇംഗ്ലീഷ്, റീസണിങ് എബിലിറ്റി, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് 1 hour. മെയിൻസ് എക്സാമും സെയിം പാറ്റേൺ ആണ്. ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ എസ്സേയും ഉണ്ടാവും, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവും ഉണ്ടാവും കേട്ടോ. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടാവും. റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, കറണ്ട് അഫേഴ്സ്, ജനറൽ അവയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ് സെയിം സിലബസ് തന്നെയാണ് വരിക. പിന്നെ പറഞ്ഞിരിക്കുന്നത് അപ്ലിക്കേഷൻ ഫീസാണ്. SC ST PWD കാൻഡിഡേറ്റ്സിന് 250 രൂപയും ബാക്കി എല്ലാ കാറ്റഗറീസിനും 1000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് വരുന്നത്. രജിസ്ട്രേഷൻ ഫീസ് റീഫണ്ട് ചെയ്യത്തില്ല. പേയ്മെൻറ്റ് ടൈം 1 തൊട്ട് 15 വരെയാണ്. 2 ഡേറ്റ്സും ഇൻക്ലൂസീവാണ്. എക്സാമിനേഷൻ സെൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിലെയും സെൻറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ വരുന്നത് എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ഈ 3 സെൻറ്റേഴ്സാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. വേക്കൻസി കുറവാണെന്നും പറഞ്ഞ് അപ്ലൈ ചെയ്യാതിരിക്കരുത്. 2025 എൻഡ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഓൾറെഡി കയറിപ്പോകും. പിന്നെ സിലബസ് നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ചെറിയ കട്ട് ഓഫിൽ പോകുന്ന കുട്ടികളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ബാക്കി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ബാക്കി ഇതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യംസും ഈ നോട്ടിഫിക്കേഷനിലുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം.